നീ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നീ നിങ്ങൾക്കൊക്കെ നാണാവില്ലേ? മരിച്ചൊരാളുടെ സ്വത്തിന് വേണ്ടി ഇങ്ങനെ അടിയുണ്ടാക്കാൻ. അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. കൃഷ്ണമാഷിന്റെ സ്വത്തിന് വേണ്ടി ഇനി നിങ്ങൾ ആരും തല്ലുകൊണ്ട കാര്യമില്ല. ആ സ്വത്തെല്ലാം പുള്ളി ഒരാളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെ? മമ്മൂട്ടി. മമ്മൂട്ടിയോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. ഉണ്ട്, മിസ്റ്റർ മമ്മൂട്ടി. കൃഷ്ണൻ മാഷിന്റെ വിൽപത്രമാണിത്. തന്റെ മുഴുവൻ സ്വത്തുക്കളും മമ്മൂട്ടിയുടെ പേർക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇല്ല വക്കീലെ, ഇതെന്തോ അബദ്ധം പറ്റിയതാ. ആ ബംഗാളിക്ക് പേരും വിലാസമൊന്നുമില്ല. ഇതാ. അയ്യോ, ശരിയാണല്ലോ. കൃഷ്ണൻ മാഷ് തന്നെയാണ് അയാൾക്ക് ID പ്രൂഫ് എടുത്തു കൊടുത്തത്. നോക്ക്. ഇതൊന്നേ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്നാൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. നാട്ടിലെ പ്രമാണിമാരല്ലേ നിങ്ങള്. കുറഞ്ഞതൊരു 8 കോടിയുടെ സ്വത്താണ് മാഷ് മമ്മൂട്ടിയുടെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്നത്. 8 കോടി? അതെ, 8 കോടി. മാഷിന്റെ സ്വത്തല്ല ഈ നാടിന് പുറത്തല്ലേ. ഒരുപാട് ഭൂസ്വത്തുള്ള കുടുംബത്തിലല്ലേ മാഷ് ജനിച്ചത്. ആ കുടുംബത്തിൽ നിന്നുള്ള വിഹിതവും അല്ലാതെ മാഷ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ വായനശാല തുടങ്ങാനായി വാങ്ങിയ സ്ഥലങ്ങളും ഇത്രയും വർഷം ജോലി ചെയ്തതിന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റും പിന്നെ മാഷിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എല്ലാം കൂടി 8 കോടി രൂപയുടെ സ്വത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആളുകളെയും വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. അയ്യോ, ഇതേ ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോസ്റ്റാറ്റാ. നിങ്ങൾ വായിച്ച് ബോധ്യപ്പെട്ട് നാളെ തന്നേച്ചാ മതി. ഓക്കെ? അയ്യോ, എന്താ സംഭവം? വക്കീലെന്താ പറയാത്തത്? ഈ വക്കീലിപ്പോ എവിടുന്നാ വന്നത്? എല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. കാര്യങ്ങളൊക്കെ ഞാൻ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല, മിസ്റ്റർ മമ്മൂട്ടി എവിടെ? മമ്മൂട്ടി ഇവിടെ ഇല്ല. ബംഗാളിയല്ലേ, അവൻ എപ്പോഴേ പോയോ? പിന്നെ 1 2 3 4 5 കുരുവികൾ. 1 2 3 4 5 കുരുവികൾ. ഒരുത്തിനോട് കിട്ടിയിരുന്ന കളിച്ചങ്ങോട്ട് തോക്കായിരുന്നല്ലോ. ഓയോ, Come on. 1 2 3. പുഷ്കരി. താങ്ക് യു.